വെള്ളക്കുപ്പായമിട്ട് രോഗികളെ പരിചരിക്കുന്നത് സ്വപ്നം കണ്ട മുറ്റത്തേക്ക് ചലനമറ്റ ആൽവിനെത്തി. ആൽവിൻ ഉപയോഗിച്ചിരുന്ന വെള്ള ഓവർകോട്ട് മകനെ എന്ന പോലെ നെഞ്ചോട് ചേർത്ത് അമ്മ വിതുമ്പി. മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ കളർകോട് KSRTC ബസ്സിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥി എടത്വ പള്ളിച്ചിറയിൽ ആൽവിൻ ജോർജിന് സഹപാഠികളും അധ്യാപകരും വിടചൊല്ലി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ആൽവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് എടത്തുവേലെ മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇന്ന് ഉച്ചയോടെ തലവടി കുറുകപ്പറമ്പിൽ വീട്ടിൽ എത്തിക്കും. തിങ്കളാഴ്ച രാവിലെ 9 വസതിയിൽ ശുശ്രൂഷയ്ക്ക് ശേഷം ആൽവിൻ പഠിച്ച എടത്വ സെന്റ് അലൂഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം. തുടർന്ന് എടത്വ സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ സംസ്കാരം നടക്കും. ഖത്തറിൽ ജോലി ചെയ്യുന്ന എടത്വ പള്ളിച്ചിറ കൊച്ചുമോൻ ജോർജിന്റെയും തലവടി മാണത്തറ കറുകപ്പറമ്പിൽ മീനയുടെ മകനാണ് ആൽവിൻ. സഹോദരൻ കെൽവിൻ. മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ച ആൽവിന്റെ മൃതദേഹത്തിൽ മന്ത്രി P. പ്രസാദ്, S. സലാം MLA, കളക്ടർ അലക്സ് വർഗീസ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിറിയം വർക്കി തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ഇതേ അപകടത്തിൽ പരിക്കേറ്റ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 4 പേരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കരച്ചിലടക്കാനാകാതെ ആൽവിന്റെ അമ്മ: ഇതിനാണോ മോനെ നീ ഉറക്കം വിളിച്ച് പഠിച്ചത്? ഇനി നിനക്കിപ്പോഴും ഉറങ്ങാമല്ലോ. വിഷമം അടക്കാനാകാതെ ആൽവിൻ ജോർജിന്റെ അമ്മ മീന പൊട്ടിക്കരഞ്ഞു. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി IITയിൽ പ്രവേശനത്തിന് യോഗ്യത നേടിയെങ്കിലും എനിക്ക് രോഗികളെ പരിചരിക്കണമെന്ന് പറഞ്ഞല്ലേ മെഡിക്കൽ പഠനത്തിലേക്ക് പോയത്. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ ശേഷം മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ട് അമ്മയെ കാണിച്ചു തന്നില്ലേ? ആ ഗ്രൗണ്ടിൽ കളിച്ചു കൊതി തീരുന്നതിന് മുൻപല്ലേ മോനെ പോകുന്നതേ? മീനയ്ക്ക് കരച്ചിലടക്കാനായില്ല. ബന്ധുക്കളും ആൽവിന്റെ സുഹൃത്തുക്കളും താങ്ങിപ്പിടിച്ചാണ് മീനയെ മൃതദേഹത്തിനരികിലെത്തിച്ചത്. മെഡിക്കൽ കോളേജിൽ ആൽവിൻ ഉപയോഗിച്ചിരുന്ന കോട്ടും ആൽവിനെ പുതപ്പിച്ചിരുന്ന തുണിയും കെട്ടിപ്പിടിച്ചായിരുന്നു മീനയുടെ കരച്ചിൽ. ആൽവിനെ തൊട്ടും തലോടിയും മൃതദേഹത്തിനരികിൽ നിന്നും മാറാതെയുള്ള മീനയുടെ കരച്ചിൽ കണ്ടുനിന്നവർക്കും നൊമ്പരമായി. പൊതുദർശന സമയം അത്രയും ആൽവിന്റെ പിതാവ് എടത്വ പള്ളിച്ചിറ കൊച്ചുമോൻ ജോർജ് കരച്ചിലടക്കി നിന്നെങ്കിലും അവസാനം കണ്ണീർ തുളുമ്പി. മോനെ, നിനക്ക് ജോയലിന്റെ കൂടെ നിന്നാൽ പോരായിരുന്നു? ആൽവിൻ ജോർജിന്റെ മൃതദേഹത്തിനരികിലിരുന്ന അമ്മ മീന കരയുകയാണ്. ഇതിൽ തന്നെ ആൽവിനും ജോയൽ ഷാജിയും തമ്മിലുള്ള സൗഹൃദം വ്യക്തമാണ്. ഫുട്ബോൾ ഗ്രൗണ്ടിലും വീട്ടിലേക്കുള്ള യാത്രയിലും ആൽവിന്റെ സ്ഥിരം പങ്കാളിയായിരുന്നു ജോയൽ. TD മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വൈകിട്ടായിരുന്നു സ്ഥിരം ഫുട്ബോൾ കളി. തുടർന്ന് ഇരുവരും ഹോസ്റ്റലിലേക്ക് മടങ്ങും. ആൽവിൻ വീട്ടിലേക്ക് ബസ്സിൽ പോകുന്നതും ജോയലിനൊപ്പമായിരുന്നു. വണ്ടാനത്ത് നിന്ന് ഹരിപ്പാട് ഭാഗത്തേക്കുള്ള ഏത് ബസ്സിൽ കയറിയാലും ജോയലിന് അമ്പലപ്പുഴയിലെത്താമെന്നിരിക്കെ ആൽവിന്റെ കൂടി സൗകര്യാർത്ഥം എടത്തോ വഴിയുള്ള ബസ്സിലെ സുഹൃത്തുക്കൾ കയറും. ബസ്സിൽ കയറിയെന്ന് ജോയൽ അമ്പലപ്പുഴയിൽ ഇറങ്ങിയെന്നും ആൽവിന്റെ അമ്മ മീനയെ കൃത്യമായി വിളിച്ചറിയിക്കാറുണ്ട്. അടുത്തിടെ പുതിയ ജേഴ്സി വാങ്ങി അത് മീനയെ കാണിക്കുകയും ചെയ്തു. അപകട ദിവസം രാത്രി സിനിമയ്ക്ക് പൊക്കോട്ടെ എന്ന് ആൽവിൻ അമ്മയോട് അനുവാദം ചോദിച്ചിരുന്നു. മഴയായതിനാൽ പോകണ്ട എന്ന് മീന പറഞ്ഞതോടെ ആൽവിൻ യാത്ര ഉപേക്ഷിച്ചു. എന്നാൽ സുഹൃത്തുക്കൾ നിർബന്ധിച്ചതോടെ സിനിമയ്ക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇക്കാര്യം അമ്മയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ആ യാത്രയ്ക്കു ശേഷം അമ്മയോട് വിശേഷങ്ങൾ പറയാതെ ആൽവിൻ യാത്രയായി. സഹോദരന്റെ മൃതദേഹത്തിനരികെ നിന്ന കെൽവിന്റെ കണ്ണുകൾ നിറഞ്ഞില്ല. ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഒടുവിൽ ബന്ധുവിന്റെ നെഞ്ചത്തേക്ക് തലചായ്ക്കുമ്പോഴും ചേട്ടൻ ഇനിയില്ല എന്നത് കെൽവിൻ ഉൾക്കൊള്ളാനായിട്ടില്ല. ഫുട്ബോൾ കളിക്കാനും നാട്ടിൽ കറങ്ങാനും ഒന്നിച്ചായിരുന്നു സഹോദരങ്ങളിൽ ഒരാൾ ഇനിയില്ല എന്നത് നാട്ടുകാർക്കും തീരാ ദുഃഖമായി. കളിക്കളത്തിലെ മിന്നും താരമായിരുന്ന ആൽവിനെ കൂട്ടുകാർ അത്ര സ്നേഹിച്ചിരുന്നു. ചെറുപ്പത്തിലെ ആൽവിന് കാൽപന്തിനോട് അഭിനിവേശമുണ്ടായിരുന്നു. ആദ്യം അച്ഛനിൽ നിന്നാണ് കാൽപന്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. മറ്റു കുട്ടികൾ കളിപ്പാട്ടങ്ങൾ വാങ്ങുമ്പോൾ ആൽവിൻ പന്താണ് വാങ്ങിയിരുന്നത്. നാട്ടിലെ ഫുട്ബോൾ ക്ലബ്ബുകളായ ടൗൺ ക്ലബ്ബ്, ഫോറെവർ നൈറ്റ് എന്നിവയിൽ അംഗമായിരുന്നു ആൽവിൻ. അതിനിടെ കളർകോട് അപകടമുണ്ടായ സ്ഥലത്ത് ഭാവിയിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കാൻ ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. അപകടത്തെ തുടർന്ന് ആലപ്പുഴ RTO AK ദിലു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ദക്ഷിണമേഖല ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണർ, ആലപ്പുഴ RTO, നാഷണൽ സെക്ടർ RTO എന്നിവർക്കാണ് നിർദ്ദേശം നൽകിയത്. അപകടത്തിൽപ്പെട്ട വാഹനം വാടകയ്ക്ക് നൽകിയ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു വാഹനങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ടെന്ന് RTO പറഞ്ഞു. ഈ വാഹനങ്ങളുടെ പഴയ ഇടപാടുകൾ സഹിതം അന്വേഷിച്ച് നടപടിയെടുക്കും. ഫോണിൽ നമ്പർ പോലും സേവ് ചെയ്യാത്തയാൾക്കാണ് പരിചയത്തിന്റെ പുറത്ത് പണം കൊടുത്തതെന്നും വാഹനം വിട്ടു നൽകിയെന്നും ഷാമിൽ ഖാൻ അവകാശപ്പെടുന്നതെന്നും RTO പറഞ്ഞു. വാഹനം വാടകയ്ക്ക് നൽകിയ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാനെതിരെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTO കേസെടുത്തു. സ്വകാര്യ വാഹനം നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് കേസെടുത്തത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.